ശരി, അർജുൻ കല്യാട് കൂടി കണ്ണൂർ ജയിലിന് മുന്നിൽ നിന്നും. അർജുൻ, രാവിലെ തന്നെ പി ദിവ്യയും പി ശ്രീമതിയും സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിയ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം നൽകിയതാണ്. അതിനുശേഷം നമ്മൾ പി ശ്രീമതിയുടെ പ്രതികരണവും കണ്ടു. അകത്തുപോയി എത്ര നേരം എടുത്താണ് അവരോട് സംസാരിച്ചത്? എന്താണ് പി ദിവ്യയുടെ പ്രതികരണം? സ്മൃതി, ഏകദേശം 20 മിനിറ്റോളം സമയം പി ശ്രീമതിയും പി ദിവ്യയും ജയിലിനകത്ത് ഈ പ്രതികളുമായി സംസാരിച്ചിരുന്നു. എല്ലാ പ്രതികളെയും കണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പി ശ്രീമതി ടീച്ചർ തന്നെ വ്യക്തമാക്കിയത്. പി ദിവ്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല. പി ശ്രീമതി മാത്രമാണ് ഈ സന്ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഉത്തരവിന് പിന്നാലെയാണ്, അതായത് CBI കോടതിയുടെ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഇവരെ ജയിൽ മോചിതനാക്കാനുള്ള ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് പി ശ്രീമതിയും പി ദിവ്യയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ, അതായത് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ CPIMന്റെ സംസ്ഥാന സമിതി അംഗം P ജയരാജൻ ഉൾപ്പെടെ കണ്ണൂരിൽ ജനറൽ ജയിലിലേക്ക് എത്തുകയും ഇവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം ഉൾപ്പെടെ ഈ പ്രതികൾക്ക് നൽകാൻ വേണ്ടി അദ്ദേഹം ആ പുസ്തകം കയ്യിൽ കരുതിയാണ് ജയിലിലേക്ക് എത്തുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ CPIMന്റെ നേതാവായിട്ടുള്ള P ജയരാജൻ പ്രതികരിച്ചിട്ടുള്ളത്, ഇവരെല്ലാം തന്നെ CPIMന്റെ നേതാക്കളാണ്, അതുകൊണ്ട് കൂടിയാണ് സന്ദർശനത്തിന് എത്തിയത് എന്നുള്ളതാണ്. ഇപ്പോഴും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി ശ്രീമതി ടീച്ചറും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. താൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ MLA ആയിരുന്ന ആളാണ് KV കുഞ്ഞിരാമൻ, അതുകൊണ്ട് കൂടിയാണ് എത്തിയത്. ഈ പ്രതികളെല്ലാം തന്നെ തൻ്റെ സഹോദര തുല്യരാണ് എന്നുള്ള കാര്യം കൂടി പി ശ്രീമതി ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരെ പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞതാണ്. എന്നാൽ നേതാക്കൾ മറച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ നൽകിയതാണ്.